കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്നേഹവന്ദനം അറിയിക്കട്ടെ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പകരും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം വായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സമ്പത്തെന്ന് കേൾക്കുന്നത് നമുക്ക് സന്തോഷമാണെങ്കിലും ദാരിദ്ര്യം എന്ന് കേൾക്കുന്നത് പോലും നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. 3 തരത്തിലുള്ള ദാരിദ്ര്യാവസ്ഥ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 1, സ്വാഭാവികമായ ദാരിദ്ര്യം. 2, ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം. 3, തിരഞ്ഞെടുക്കുന്ന ദാരിദ്ര്യം. 3-ാം ലോകരാഷ്ട്രങ്ങളെന്ന് പാശ്ചാത്യർ പലപ്പോഴും വിളിച്ചാക്ഷേപിക്കുന്ന പല രാജ്യങ്ങളിലും ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ പലതിലും അവിടുത്തെയുള്ള ജനങ്ങൾ അപര്യാപ്തരാണ്. സ്വാഭാവികമായിട്ടും അവർ ദരിദ്രരാണ്. ആർത്തി കൊണ്ട് ദരിദ്രരായവർ നോക്കിക്കേ, സ്വാഭാവികമായിട്ടും അവർ ദരിദ്രരല്ല. അവർക്ക് ഭക്ഷണം, പാർപ്പിടം തുടങ്ങി സകലതുമുണ്ട്. എന്നിരുന്നാലും അവർ സംതൃപ്തരല്ല. അതുകൊണ്ട് അവർ സ്വയം ദരിദ്രരെന്ന് കണക്കാക്കുന്നവരാണ്. ഈ ദാരിദ്ര്യം ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. സ്വാഭാവികമായ ദാരിദ്ര്യം ദുഃഖകരമാണെങ്കിൽ ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യം ദുഃഖകരമല്ല, തികച്ചും നികൃഷ്ടമാണ്. എന്നാൽ 3-ാമത്തെ വിഭാഗം അവർ ദാരിദ്ര്യം തിരഞ്ഞെടുത്തതാണ്. ഇവർ വാസ്തവമായിട്ടും ദരിദ്രരല്ല. ഉള്ളതിൽ സംതൃപ്തരായതുകൊണ്ട് അവർക്ക് ആർത്തിയുമില്ല. എന്നാൽ ദരിദ്രരായ മറ്റുള്ളവരെ കാണുമ്പോൾ ഇവർക്ക് മനസ്സലിവുണ്ടാകുന്നു. അവർക്കുള്ളത് അവർ ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെ അവർ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും താഴോട്ട് വരികയാണ്. അതായത് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. അത് അവർ തിരഞ്ഞെടുത്തതാണ്, ആരും അവരെ അടിച്ചേൽപ്പിച്ചതല്ല. എന്നാൽ ഇങ്ങനെ ദരിദ്രരായവരുടെ ദാരിദ്ര്യം ഉത്കൃഷ്ടമാണ്. കാരണം അത് അവർ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. നമ്മൾ വായിച്ച ഭാഗത്ത് യേശു തമ്പുരാൻ ദാരിദ്ര്യം തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യേശുവിൻ്റെ ദാരിദ്ര്യം ഉത്കൃഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കാരണം താൻ ദരിദ്രനായിരുന്നില്ല. സകല സമ്പത്തിൻ്റെയും ഉടമസ്ഥാവകാശവും ദൈവികതയുമുള്ളതാണ് യേശുക്രിസ്തുവിന്. ദരിദ്രരായിരുന്ന നമ്മെ കണ്ടിട്ട് നമ്മെ സമ്പന്നരാക്കി തീർക്കേണ്ടതിന് യേശു തമ്പുരാൻ ദരിദ്രനായി തീർന്നു. താൻ ദാരിദ്ര്യം തിരഞ്ഞെടുത്തു. അവൻ്റെ ദാരിദ്ര്യത്താൽ അങ്ങനെ നമ്മൾ സമ്പന്നരായി തീർന്നു. അവൻ ദരിദ്രനായി തീരുവാൻ നിർബന്ധിതനാവുകയല്ലായിരുന്നു. ദരിദ്രനായി തീരുവാൻ സ്വയം തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെ യേശു തമ്പുരാൻ നമ്മോട് കൃപ കാണിച്ചു. ദരിദ്രരായ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ സകല സമ്പന്നതയും സ്വർഗത്തെയും തന്നെ ഉപേക്ഷിച്ചു. അതിനുശേഷം താൻ ദാരിദ്ര്യം തിരഞ്ഞെടുത്ത കൃപ നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർത്താൽ മാത്രം പോരാ, അത് നമ്മൾ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തണം. എങ്ങനെ? മറ്റുള്ളവരോട് നമ്മൾ കൃപ കാണിക്കുന്നത് മൂലം ഇത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. പാവപ്പെട്ട മുക്കുവനായിരുന്ന പത്രോസിന് മീൻ കൊടുക്കാൻ മാത്രമല്ല, സമ്പന്നനായിരുന്ന സക്കായിയെ തൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ കൂടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ദൈവ തേജസ്സിൻ്റെ കാര്യത്തിലും ദൈവകൃപയുടെ കാര്യത്തിലും ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കൂനയിൽ കിടന്ന മനുഷ്യവർഗത്തെ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് കരം പിടിച്ചുയർത്തുവാനാണ് സ്വർഗത്തിലെ സകല മഹിമകളും വിട്ടിട്ട് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് നമ്മളും ഒരു കാര്യം ചെയ്യണം. യേശു കർത്താവിനെ അനുഗമിക്കുന്നെങ്കിൽ, യേശു കർത്താവിന് ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. കളിപ്പിച്ചെടുക്കാനും പറ്റിച്ചെടുക്കാനും ആരെങ്കിലും വരുന്നെങ്കിൽ ഉള്ളത് മുഴുവൻ അവർക്ക് കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ തിരിച്ചറിയുകയും കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കുകയും വേണം. മലയാളത്തിൽ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, പാത്രം അറിഞ്ഞ് ഭിക്ഷയിടണമെന്ന്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിനെ പിൻപറ്റുവാനും തീരുമാനിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അതെ, സക്കായിയിൽ കണ്ടതുപോലെയുള്ള ഒരു വ്യത്യാസം നമുക്ക് അതിന് കഴിയട്ടെ. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം. അങ്ങയിൽ വിശ്വസിപ്പാൻ മാത്രമല്ല
അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.